ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞൊരു ഡേ ഇൻ മൈ ലൈഫാണ്. നമ്മളിതാ വീടെത്തിയിട്ടുണ്ട്, ചളവറയത്തെ വീട്ടിലെത്തിയിട്ടോ. നമ്മൾ ഇന്നലെ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. വീട്ടിലൊക്കെ ഒന്ന് പോയി കറങ്ങി അടിച്ച് വന്നു. നമ്മളിതാ തിരിച്ച് ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ തന്നെ നേരത്തെ നീച്ചു, കിച്ചുവിന് ക്ലാസ് ഉണ്ടല്ലോ, അപ്പോൾ നേരത്തെ നീക്കണമല്ലോ. അപ്പോൾ അത് കാരണം നേരത്തെ നീച്ചിട്ടുണ്ട്. ചായ വെച്ചു. ഇന്ന് കാപ്പിയല്ല, ഇന്ന് ചായയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ചായ വെച്ചിട്ടുണ്ട്. അപ്പം ചോറിനുള്ള തീയും കത്തിച്ചിട്ടുണ്ട് കേട്ടോ. തീ ഒന്ന് കത്തിച്ച് പിടിപ്പിക്കാൻ ഞാൻ കുറേ പ്രയാസപ്പെട്ടു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ ചെറുപയർ വെള്ളത്തിലിടാൻ മറന്നു പോയിട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ചെറുപയർ വെള്ളത്തിലിട്ട് വയ്ക്കാത്ത ചെറുപയറാണ്. അപ്പോൾ കുറച്ച് ഉപ്പും ഇട്ടിട്ട് വേഗം അത് വേവിച്ചെടുക്കാനാണ് കേട്ടോ. അത് കുറച്ച് നേരം പിടിക്കും. വെള്ളത്തിലിട്ട് വെച്ചാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആവുമല്ലോ. ഇത് വെള്ളത്തിലിടാത്ത കാരണം കൊണ്ട് തന്നെ നല്ല ബലവും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് കുറച്ച് നേരം പിടിക്കും കേട്ടോ ആയി കിട്ടാനായിട്ട്. അപ്പോൾ ചോറിന് തീ കത്തിച്ചിട്ട് മാത്രമേ ഉള്ളൂ, വെള്ളം വെച്ചിട്ടേ ഉള്ളൂ. അരിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അരി ഇടണം, ഇനി വെള്ളം തിളക്കട്ടെ എന്ന് വിചാരിച്ചു. തീയാണെങ്കിലും എന്നെ ഇട്ടിട്ട് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തീ കത്തുക കെടുക എന്താണെന്നറിയില്ല. ഇന്നിപ്പോൾ എന്താണ് അവ പറ്റിയത്, അല്ലെങ്കിൽ പിന്നെ നല്ലോണം കത്തിപ്പിടിക്കണമാണ് കേട്ടോ. ഇന്നിപ്പോൾ കത്തണ തന്നെ ഇല്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ തീ കത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുക്കറിൽ അങ്ങനെ വെച്ചിട്ടുണ്ട്, ചെറുപയർ വെച്ചിട്ടുണ്ട്. അതങ്ങനെ മെല്ലെ മെല്ലെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചായ വെച്ചു. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ നമ്മൾ ക്യാബേജാണ് ഇന്ന് ഉപ്പേരി വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ തലേ ദിവസം ഇന്നലെ ഞങ്ങൾ കൊഴുവ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, മീൻ കേട്ടോ. മീനാണ് കൊഴുവ. ചില നാട്ടിൽ അതിനെ എന്താ പറയുക, ഓരോ നാട്ടിൽ ഓരോ വ്യത്യസ്തമായ പേരുകളായിരിക്കും. ആ കുഞ്ഞ് മീനുണ്ടല്ലോ, അതിനെയാണ് കൊഴുവ എന്ന് പറയുന്നത് കേട്ടോ, ഞങ്ങളങ്ങനെ പറയുക. അപ്പോൾ ആ മീൻ വാങ്ങിച്ചിട്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ കറിയും വെച്ചു, അത് വറക്കും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം നമുക്ക് കറിയൊന്നും വെക്കാനില്ല. അപ്പോൾ ഇത് ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കണത് നമ്മുടെ കിച്ചുവിന് സ്കൂളിലേക്ക് കൊണ്ടുപോകാനാണ് കേട്ടോ. പിന്നെ ഏട്ടനും ചോറ് കൊണ്ടുപോകണം, ഇന്ന് വർക്കുണ്ട്. അപ്പോൾ അത് കാരണം ചോറൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ അവർക്ക് 2 പേർക്കുള്ള ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. ഏട്ടന് പിന്നെ മീൻ കറി കൊണ്ടുപോകാം, കുഴപ്പമൊന്നുമില്ല. കിച്ചുവിന് മീൻ, മുട്ട അങ്ങനത്തെ ഐറ്റംസ് ഒന്നും സ്കൂളിലേക്ക് അലൗഡ് അല്ല. അപ്പോൾ അത് കാരണം കൊണ്ട് പച്ചക്കറി എന്തെങ്കിലും വെജിറ്റബിൾസ് അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ഇലക്കറികൾ, കടലവർഗ്ഗങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കിച്ചുവിന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് അവന് കൊണ്ടുപോകേണ്ടത് ചൊവ്വാഴ്ച ആയ കാരണം കൊണ്ട് ഇലവർഗ്ഗങ്ങളാണ് ഇന്ന് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അതിൽ മുരിങ്ങയുടെ ഇല, ചീരയുടെ ഇല, പിന്നെ ഇങ്ങനത്തെ ക്യാബേജ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. മുരിങ്ങയുടെ ഇലയൊന്നും അവൻ അങ്ങനെ കഴിക്കില്ല. അവനെ ഞാൻ നിർബന്ധിച്ച് കൊടുത്താലാണ് അവൻ കഴിക്കുള്ളൂ. അതുകൊണ്ടാണ് മുരിങ്ങയുടെ ഇലയൊന്നും വെച്ച് കൊടുക്കാത്തത് കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ മുരിങ്ങയുടെ ഇലയൊക്കെ കറി വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി അതിൽ ഇലയൊക്കെ മാറ്റി വയ്ക്കും. അങ്ങനത്തെ സ്വഭാവക്കാരനാണ് എൻ്റെ കിച്ചു. അപ്പോൾ അത് കാരണം കൊണ്ട് മുരിങ്ങയുടെ ഇലയൊന്നും ഉണ്ടാക്കണില്ല. ഞാനുണ്ടെങ്കിൽ പിന്നെ ഞാൻ ചീത്തയൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ കൊടുക്കും. അല്ലെങ്കിൽ ഞാൻ ഇല്ലാത്ത സമയത്താണ് എൻ്റെ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് അവൻ കഴിക്കില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ക്യാബേജ് കൊടുക്കുന്നത് കേട്ടോ. ക്യാബേജ് ആണെങ്കിൽ അവന് ഇഷ്ടമാണ്, കഴിക്കും. ഇപ്പോൾ കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്യാബേജ് അരിയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം ചോറിനുള്ള വെള്ളം തിളച്ചപ്പോൾ ഞാൻ വേഗം വെള്ളത്തിൽ നിന്നാണ്. അപ്പോൾ ഞാൻ വേഗം അരി ഇടാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അരിയിടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ചോറിനാണെങ്കിൽ അത്യാവശ്യം കുറച്ച് വേവൊക്കെ ഉണ്ട്. പക്ഷേ തീ കണ്ടില്ലേ, എന്നെ ഇട്ടിട്ട് കളിപ്പിച്ചും കൊണ്ടിരിക്കുകയാണ്. തീ കത്തുക കെടുക അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് നേരം പിടിക്കുള്ളൂ കേട്ടോ ചോറൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിലോ ചോറിന് അരിക്ക് നല്ല വേവാണ്. അതിൻ്റെ പുറമെ തീയും കൂടി കത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ പറയണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അരിയിടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ തീയാണെങ്കിൽ മര്യാദയ്ക്ക് കത്തണില്ല കേട്ടോ. അപ്പോൾ ഞാൻ പുറത്താണ് വിറകും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. ചിലപ്പോൾ മഴയൊക്കെ പെയ്ത കാരണം ആ തണുപ്പൊക്കെ അടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ കത്തി പിടിക്കാത്ത കേട്ടോ. എനിക്ക് വേണമെങ്കിൽ ഈ അടുപ്പിൻ്റെ തിണ്ടുണ്ടല്ലോ, അതിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് വിറകൊക്കെ വെക്കാം. പക്ഷേ ഞാൻ വെക്കാറില്ല, എനിക്ക് പേടിയാണ് കേട്ടോ. നമ്മൾ അകത്ത് വിറകൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല ഇഴജന്തുക്കൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, തണുപ്പൊക്കെ അല്ലേ, മഴയും തണുപ്പും ഒക്കെയാണ്. അപ്പോൾ വല്ല ഇഴജന്തുക്കൾ കടിക്കണ വല്ല പ്രാണികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ വന്ന് കടന്നു കഴിഞ്ഞാൽ അറിയില്ലല്ലോ. അപ്പോൾ കുട്ടികളൊക്കെ പിന്നെ നടക്കണമല്ലോ അടുക്കളയിൽ കൂടെ ഒക്കെ, അവർ നേരെ അടുക്കളയുടെ ഉള്ളിലാണ് എൻ്റെ പിന്നാലെ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് ഒരു ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ പുറത്ത് തന്നെ അതൊക്കെ വെക്കുന്നത് കേട്ടോ. പിന്നെ പുറത്ത് വെക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അത് വൃത്തിയാക്കലും അടിച്ചു വാരലൊക്കെ ഉണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിൽ ചെതലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇഴജന്തുക്കൾ എന്തായാലും വന്ന് കിടക്കും. അപ്പോൾ അതുകൊണ്ടാണ് അകത്തൊന്നും ഞാൻ വെക്കാത്തത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എന്നാൽ വേഗം ഉപ്പേരി അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നേരം നല്ല വെളുത്ത് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് നേരം വെളുക്കുമ്പോഴത്തേന് എൻ്റെ ഒരു കണക്കനുസരിച്ച് ഞാൻ ഒരു സമയവും എന്താ പറയുക
എനിക്ക് ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് നേരം വെളുത്ത് വരുമ്പോഴത്തേനും അകത്തെ ഒരുവിധം പണികളെല്ലാം തീർത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പുറത്തത്തെ പണികൾ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം തീർക്കും കേട്ടോ. എളുപ്പപ്പണിയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ കടുകൊക്കെ നല്ല പൊട്ടുണ്ട്. ഇത് ഉപ്പേരിക്കുള്ളതാണ്. കടുകൊക്കെ നല്ല പൊട്ടി ഫോണിലേക്കൊക്കെ തെറിക്കുന്നുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ കടുക് പൊട്ടുമ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് പോയി നിൽക്കില്ല. ഞാൻ കടുക് ഇട്ട് കഴിഞ്ഞാൽ 1 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ടാണ് നിൽക്കുക. എനിക്ക് അത്ര പേടിയാണ്, തെറിക്കും മുഖത്തേക്കൊക്കെ ചിലപ്പോൾ തെറിക്കുമോ എന്നൊക്കെ പേടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിതാ ക്യാബേജൊക്കെ കഴുകിയിട്ട് കടുകൊക്കെ പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കണം. ഇനി ക്യാബേജ് ഉപ്പേരി ആയതിന് ശേഷമാണ് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പണിയെടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതപ്പത്തിന് കരിഞ്ഞ് ഇതിൻ്റെ കാര്യം ഒരു തീരുമാനമായിട്ടുണ്ടാവും. അപ്പോൾ ഈ ക്യാബേജ് ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണമല്ലോ. അപ്പോൾ അത് കാരണം എനിക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നേരം വെളുത്ത് കഴിഞ്ഞാലാണ് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇരുട്ടൊക്കെയാണ് പുറത്ത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ ഉപ്പേരിയൊക്കെ വേഗമാണ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സമാധാനത്തോടെ പുറത്ത് പോയിട്ട് എന്തെങ്കിലും പണി ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തെങ്കിലും പണിക്ക് നിന്ന് കഴിഞ്ഞാൽ അതിലങ്ങോട്ട് നിൽക്കും. പിന്നെ ഇപ്പുറത്തുള്ള ഈ സംഭവം മറന്നു പോട്ടോ. അങ്ങനെ എൻ്റെ പല കാര്യങ്ങളും മുടങ്ങിയിട്ടുള്ളത്. ഉപ്പേരിയും കൂട്ടാനായാലും എല്ലാം കരിഞ്ഞിട്ടൊക്കെ ഉള്ളത് കേട്ടോ. എനിക്ക് ഒരു ഓർമ്മക്കുറവുണ്ട് എനിക്ക് ചെറുതായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഉപ്പേരിയൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കിച്ചുവിനുള്ള കൊണ്ടുപോകാനുള്ള സംഭവങ്ങൾ ആക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അതാക്കാൻ വേണ്ടിയിട്ട് കടലയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടലയൊക്കെ ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് തന്നെയാണ് കൊടുത്തയക്കുക കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അവന് ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ കടലയുടെ തൊലി കളയാനൊക്കെ ഒരുപാട് നേരം പിടിക്കും. ചിലപ്പോൾ തൊലി കളയൂല, അങ്ങനെ എടുത്ത് കഴിക്കും ചെയ്യും കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട് അവൻ്റെ സ്വഭാവം. അപ്പോൾ തൊലി കളഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിൽ അവൻ ക്ലാസ്സിലൊക്കെ കൊണ്ടുപോയി പരത്തുകയൊക്കെ ചെയ്യില്ലേ. അപ്പോൾ അത് കാരണമാണ് തൊലിയൊക്കെ കളഞ്ഞ് ബദാമും കടലയും മാത്രമാണ് ഇപ്പോൾ കൊടുത്തയക്കണുള്ളൂ കേട്ടോ. പിന്നെ നേന്ത്രപ്പഴം നമ്മൾ ഡെയിലി ഇപ്പോൾ കൊടുത്തയക്കണില്ല. വിട്ടിട്ടൊക്കെയാണ് 2 ദിവസം കൂടുമ്പോൾ അങ്ങനെയൊക്കെയാണ് കൊടുത്തയക്കുന്നത്. അതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സൊക്കെ കൊടുത്തയക്കണം. പിന്നെ അവന് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ എന്ന് പറയാൻ എനിക്ക് തന്നെ അറിയില്ല അവന് എന്തൊക്കെ ഇഷ്ടമുള്ളത് എന്നുള്ളത്. കാരണം അവന് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിച്ചാലാണ് കഴിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു സ്വഭാവമുള്ളൊരു കുട്ടിയാണ് എൻ്റെ കിച്ചു. അപ്പോൾ അത് കാരണം അവൻ്റെ ഇഷ്ടങ്ങൾ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ കേട്ടോ. അവനാണെങ്കിൽ ഒരു ദിവസം ഒരു ഐറ്റം, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഓറഞ്ചാന്ന് വെച്ചോ, അത് ഒരു 2 ദിവസം അടുപ്പിച്ച് കൊടുത്തയച്ചാൽ 3ാമത്തെ ദിവസം അവനത് കഴിക്കില്ല. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അവന്. അപ്പോൾ അത് കാരണം കൊണ്ട് ഓരോ വെറൈറ്റി സംഭവങ്ങളും ഞാൻ തന്നെ കണ്ടുപിടിക്കണം. എന്നിട്ട് കൊടുത്ത് നോക്കണം കഴിക്കുമോ കഴിക്കില്ലേന്ന്. എന്നിട്ടാണ് കഴിച്ചു കഴിഞ്ഞാൽ കഴിക്കുമെന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെയാണ് അവൻ്റെ സ്വഭാവം. അപ്പം ഇന്ന് രാവിലെ നീച്ചപ്പോൾ തന്നെ എനിക്ക് വലിയൊരു മൂഡൊന്നും ഇല്ല കേട്ടോ വീഡിയോ എടുക്കാനായിട്ട്. കാരണം എന്താണെന്ന് അറിയില്ല, ഒരു ചെറിയൊരു വയറുവേദന പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അധികം എന്താ പറയുക, ഒരു ഇൻട്രസ്റ്റ്, ഒരു സുഖം ഉണ്ടായിരുന്നില്ല വീഡിയോ എടുക്കാൻ. പിന്നെ നമ്മൾ ഡെയിലി വീഡിയോ ഇട്ട് കഴിഞ്ഞാലാണ് നമുക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഡെയിലി നമ്മൾ വെയ്യെങ്കിലും ഇടുന്നു കേട്ടോ. നമ്മൾ ഒരു ദിവസം ഇട്ടിട്ട് പിന്നെ ഒരാഴ്ച ഇടാതിരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2-3 ദിവസം അടുപ്പിച്ച് ഇടാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു 2-3 ദിവസം ഞാൻ അടുപ്പിച്ച് വീഡിയോ ഇട്ടു എന്ന് വെക്കി. അപ്പോൾ എനിക്ക് അതിൽ അത്യാവശ്യം കുറച്ച് വ്യൂസ് കയറിയിട്ട് ഞാൻ ഇതിൽ വ്യൂസ് ഉണ്ടല്ലോ, അപ്പോൾ അത് ഇനി കൂടിക്കോളും എന്ന് വിചാരിക്കും. അപ്പോൾ 2-3 ദിവസം ഗ്യാപ്പ് ഇട്ടു. അടുത്ത വീഡിയോ ഇടുമ്പോൾ 2-3 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വ്യൂസ് ഒന്നല്ല ആ ഇടുമ്പോൾ ഉള്ള വീഡിയോയ്ക്ക് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നല്ല കുറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ഡെയിലി വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഓരോ ആളായിട്ട് ഓരോ വ്യൂവെങ്കിലും കയറിക്കൊണ്ടിരിക്കും. നമ്മൾ ഗ്യാപ്പ് ഇട്ടോ പോയി കാര്യം. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഡെയിലി അത് വീഡിയോ ഇടുന്നത് കേട്ടോ. എന്നാലും ഞാൻ 1 ദിവസം 2 ദിവസമൊക്കെ ഗ്യാപ്പ് ഇടുന്നുണ്ട് കേട്ടോ. കാരണം ഡെയിലി നമുക്ക് ഈ ഡേ ഇൻ മൈ ലൈഫ്, മോർണിംഗ് വ്ളോഗ്, ഈവനിങ് വ്ളോഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇടുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്നിപ്പോൾ ഇതന്നെയല്ലേ ഇടുന്നത്, ഒരു വെറൈറ്റി ഒക്കെ മാറ്റി പിടിച്ചുകൂടെ എന്നൊക്കെ ഉള്ളിലുണ്ട്. പക്ഷേ വെറൈറ്റി ആയിട്ട് ഇപ്പോൾ എന്താ, ഞങ്ങൾ ഈ വീട്ടിലിരിക്കണ എന്നെ പോലെയുള്ള ഓരോ വ്ളോഗേഴ്സും ഈ വീട്ടിലിരിക്കണവർ എന്താ ഇപ്പോൾ വെറൈറ്റി ആയിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചലഞ്ച് വീഡിയോസ് ഇടും. അതൊക്കെ തന്നെ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് പുറത്ത് കൂടെ നടന്നിട്ട് വീഡിയോ ഇടാനോ അതിനോ അങ്ങനത്തെ ഒന്നും പറ്റില്ല. നമ്മൾ ഈ വീടിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് കാരണം ഈ വീടിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള എന്തെങ്കിലും വീഡിയോസാണ് നമുക്ക് ഇടാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ, ഒക്കെ ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ അത് കാരണം കൊണ്ടൊക്കെയാണ് കേട്ടോ നമുക്കൊന്ന് വെറൈറ്റിയിൽ മാറ്റി പിടിക്കാൻ പറ്റാത്തത്. എന്നാലും നമ്മൾ എന്നും ഇപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊന്നും ചെയ്യില്ല. എപ്പോഴെങ്കിലും നമുക്ക് ഗ്യാപ്പൊക്കെ കിട്ടുമ്പോൾ, നമുക്ക് സമയം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കുമ്പോൾ അപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ട് വീഡിയോ ഒക്കെ ചെയ്യും കേട്ടോ.
അപ്പോൾ നമ്മളിങ്ങനെ പരിശ്രമിച്ചും കൊണ്ടിരിക്കണത് ഒരു വിജയത്തിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് പരമാവധി ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ മുറ്റടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. പറഞ്ഞ് ഞാൻ എവിടേക്ക് എത്തി. അപ്പം നേരം വെളുത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ജനലൊക്കെ കണ്ടറിയുണ്ടാവുമായിരിക്കും. അപ്പോൾ ഞാൻ കുളിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കിച്ചുവിനുള്ളത്. അപ്പോൾ കിച്ചു അങ്ങനെ രാവിലെ തന്നെ നീച്ചിട്ട് പല്ലേക്കലും ചായ കുടിക്കലും ഇന്ന് പലഹാരമൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പോൾ അവൻ വെറും ചായ മാത്രമാണ് കുടിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് കുടിക്കൽ കഴിഞ്ഞപ്പോൾ അവന് എന്താ പറയുക, ഈ ഒരു ബുക്കിൽ അവന് കളർ ചെയ്യാനുണ്ടായിരുന്നു. ഇന്നലെ രാത്രി ടീച്ചർ ഒരു 8-9 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഗ്രൂപ്പിലിട്ടത്. അപ്പോഴത്തേനും കിച്ചു ആണെങ്കിൽ ഉറങ്ങുകയും ചെയ്തു. അപ്പോൾ അത് കാരണം പിന്നെ അവനെ നീപ്പിക്കാൻ പോയില്ല കേട്ടോ. അപ്പോൾ രാവിലെ ഇരുന്നിട്ട് വേഗം കളർ കൊടുത്തോന്ന് പറഞ്ഞപ്പോൾ ബുക്കും ക്രയോൺസൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ എനിക്ക് ചെറിയൊരു വയറുവേദന ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഏട്ടൻ അയൺ ചെയ്യുന്നുണ്ട് കേട്ടോ. കിച്ചുവിൻ്റെ യൂണിഫോമൊക്കെ ഏട്ടൻ്റെ ഷർട്ടും ഒക്കെ ഏട്ടൻ അയൺ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഏട്ടൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കിച്ചു ഇവിടെ കളർ ചെയ്യുന്നുണ്ട്. നമ്മുടെ തുമ്പിക്കുട്ടിയാണെങ്കിൽ നീച്ചിട്ടില്ല കേട്ടോ. തുമ്പിക്കുട്ടി ഇത്ര നേരം ഉറങ്ങാറില്ല, അവൾ നേരത്തെ നീക്കണ തന്നെയാണ്. പക്ഷെ ഇന്നൊരു സംഭവം ഉണ്ടായി. ഞാൻ 5 മണിക്ക് നീച്ച് വന്നപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അവളിൻ്റെ പിന്നാലെ നീച്ച് വന്നു കേട്ടോ. എന്നിട്ട് അമ്മ ചായ ആയോ എന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ ചായ ആയിട്ടില്ല, അമ്മ വെച്ചിട്ട് വിളിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അവളെ ഞാൻ ഈ ബെഞ്ചിൻ്റെ മുകളിൽ ഡെസ്കിൻ്റെ മുകളിൽ കയറ്റി ഇരുത്തുകയൊക്കെ ചെയ്തു. പക്ഷെ അവൾക്ക് എന്താ പറയുക, പുറത്തൊക്കെ നല്ല തണുവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അത്ര നേരത്തെ നീക്കിയ കാരണം കൊണ്ട് തന്നെ ഒരു ഉറക്കക്ഷീണം മാറിയിടാന്നില്ല. അവളെന്താ ചെയ്ത് വെച്ചിട്ടാ തന്നെ ഇറങ്ങിയല്ല, എന്നെ താഴത്തേക്ക് ഇറക്കി പറഞ്ഞു. അപ്പം താഴത്തേക്ക് ഇറക്കി കൊടുത്തു. ഞാനപ്പോൾ പല്ല് വയ്ക്കാൻ വേണ്ടി പുറത്ത് പോയപ്പോൾ ആളെ കാണാനില്ല. അവൾ വേഗം അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ചുരുണ്ടുകൂടി കിടന്നാക്കണം കേട്ടോ. പുതപ്പിൻ്റെ ഉള്ളിൽ പോയി കിടന്നുറങ്ങി. ഞാൻ പോയി നോക്കിയപ്പോൾ പിന്നെ അവളെ വിളിക്കാനും ശല്യം ചെയ്യാനും പോയില്ല കേട്ടോ. കിടന്നുറങ്ങിക്കോട്ടെ എന്ന് വെച്ച് ഈ തണുപ്പത്തേക്ക് എന്തായാലും ഇപ്പം ഇറങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ പിന്നെ അവർ എൻ്റെ പിന്നാലെ നടക്കും. പുറത്തു കൂടെ ആണെങ്കിലും മുറ്റടിക്കുമ്പോഴൊക്കെ എൻ്റെ പിന്നാലെ നടക്കും കേട്ടോ തണുപ്പത്ത്. പിന്നെ അതാവും അടുത്തത് പനിയും അതൊക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ അവളെ വിളിക്കാനൊന്നും പോയില്ല. ഇത് നേരത്തെ ഞാൻ മാറ്റി വെച്ചിട്ടുള്ള ചോറാണ് കേട്ടോ. ചൂടാറാൻ വേണ്ടിയിട്ട് നമ്മുടെ കിച്ചുവിനും ഏട്ടനും ചോറ് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടി ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചാണ്. നമ്മൾ ചൂടോട് കൂടെ തന്നെ പാത്രത്തിലാക്കാറില്ല. നമ്മുടെ കിച്ചു ഉണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ പോലത്തെ പാത്രത്തിലാണ് കൊണ്ടുപോകണത്. അവന് സ്റ്റീലിൻ്റെ ഒരു പാത്രം ഇനി മേടിക്കണം. ഇനിയിപ്പോൾ അത് തുറക്കാനൊന്നും അറിഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അവന് എളുപ്പപ്പണിക്കുള്ള പാത്രം മേടിച്ചത്. പക്ഷേ ഇത് അത്ര ഹെൽത്തി അല്ല എന്ന് എനിക്ക് അറിയാം അതിൽ കൊണ്ടുപോകണത്. അപ്പോൾ അതുകൊണ്ടാണ് നല്ല ചൂടാറിയതിന് ശേഷമാണ് ഈ പാത്രത്തിലാക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് അല്ല, അതിൽ ചൂടാറിയിട്ടല്ല ആക്കാൻ പാടുള്ളൂ. ചൂടോട് കൂടെ തന്നെ ചോറാക്കാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യണ്. പിന്നെ ചോറ് കേട് വരും ചെയ്യും. നല്ല ചൂടോടൊക്കെ തന്നെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ചോറ് പെട്ടെന്ന് തന്നെ കേടുവരും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഈ കൂട്ടാൻ പാത്രത്തിൽ അവൻ ക്യാബേജ് ഉപ്പേരി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ അവൻ്റെ ലഞ്ച് ബോക്സ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി ഏട്ടനെന്ന് പറയുന്നത് ഉപ്പേരി ആക്കണം. വറുത്ത മീനാക്കണില്ല, വറുത്ത മീനാക്കാൻ കുറച്ചേ ഉള്ളൂ. അപ്പോൾ കൊണ്ടുപോകാനുള്ളതൊന്നും ഇല്ല. അപ്പോൾ അത് കാരണം കൊണ്ട് വറുത്ത മീനാക്കണില്ല കേട്ടോ. ഉപ്പേരിയും കറി മാത്രമേ ആക്കണുള്ളൂ. അപ്പോൾ ഇനി മീൻ കറി ആക്കാണ്ട് ഉപ്പേരിയും ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ചോറും ആക്കി. അപ്പത്തിന് ഏട്ടൻ കിച്ചുവിനോടെ കുളിപ്പിക്കുകയാണ് കേട്ടോ. കിച്ചുവിന് സ്കൂളിൽ ആയിട്ടുണ്ട്. ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ സമയം. അപ്പോൾ ഏട്ടൻ വേഗം അവനെ കുളിപ്പിച്ചു. അവൻ കണ്ടില്ല തുള്ളി ചാടിയിട്ട് വരുന്ന അവൻ്റെ പാത്രത്തിൽ എന്തൊക്കെ ഞാൻ വെച്ചിരിക്കുന്നതെന്നൊക്കെ നോക്കുകയാണ് കേട്ടോ. അവൻ വന്നിട്ട് അവനാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ അത് തുറന്നു കൊടുത്താൽ അതിനകത്തെ കടലയും ബദാമൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ വേഗം വാങ്ങിച്ച് വെച്ചു, അടച്ചു വെച്ചു കേട്ടോ. അവൻ രാവിലെ തന്നെ എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്തു. വേറെ നമ്മുടെ പാത്രത്തിലുള്ളതിനെ കഴിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ഏട്ടന് കറിയൊക്കെ ആക്കി വെക്കുകയാണ് കേട്ടോ. മീൻകറി ഇന്നലത്തെ മീൻകറിയാണ്. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മീൻകറി പഴകിയ നല്ല ടേസ്റ്റൊക്കെ തന്നെയല്ലേ. അപ്പോൾ അത് തന്നെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തു. എന്നിട്ട് അത് പാത്രത്തിലാക്കി കേട്ടോ. അപ്പോൾ അതാ പണികളെല്ലാം തീർന്നിട്ടുണ്ട്. ഇനി തുണികൾ തിരുമ്പാനും കൂടി ഉണ്ട് കേട്ടോ. അപ്പത്തിന് അവന് പോവാൻ സമയമായിട്ടുണ്ട്. ഒരു 8:45 ആയി. അപ്പോൾ ഇനി വണ്ടി ഇപ്പോൾ വരും കേട്ടോ. 8:50-8:55 വണ്ടി വരും. അവനത് വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി എടുക്കണ വീഡിയോ എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള കുറച്ച് വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ തുമ്പിക്കുട്ടിയൊക്കെ നല്ല ഉറക്കമാണ്. കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കുറേ ബുക്കിലൊക്കെ ഇരുന്ന് കുത്തി വരയ്ക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് അവസാനം അവളെ കടന്ന് അങ്ങനെ ഉറങ്ങി കേട്ടോ. അപ്പോൾ അങ്ങനെ തുമ്പിക്കുട്ടി ഉറങ്ങിയ ഗ്യാപ്പിൽ ഞാൻ മെല്ലെ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് പുറത്ത് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കഴുകിയെടുക്കാൻ കേട്ടോ. അവൾ നീച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കുറച്ച് നേരത്തെ ഉറങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ അവൾ ഒരു 3 മണിക്ക് ശേഷമാണ് ഉറങ്ങണുള്ളൂ. അതിന് മുന്നേ ഒന്നും ഇപ്പോൾ ഉറങ്ങണില്ല കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും കിച്ചു വരാറായിട്ടുണ്ട്. അപ്പോൾ ഇനി അവൻ്റെ പാത്രങ്ങളും ഉണ്ടാവും കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് പാത്രമാവും വിചാരിച്ചിട്ട് ഞാൻ അവൻ്റെ 2 പാത്രം കൂടി ഒരുപാട് പാത്രമാവും എന്നല്ല പറയണേ. അതിന് മുന്നേ കുറച്ച് പാത്രങ്ങൾ എന്നാൽ വേഗം കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതാണെങ്കിൽ കുറച്ച് നേരം ഞാൻ പുറത്ത് കൊണ്ടുവന്നിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കഴുകിയെടുക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ പുറത്തല്ലേ നമ്മൾ പാത്രം കഴുകണത്. അപ്പോൾ അധികം നേരം ഒന്നും വെക്കാൻ പറ്റില്ല. പട്ടി പൂച്ചയൊക്കെ ഉള്ളതല്ലേ.
അപ്പോൾ അത് കാരണമാണ് വേഗം കഴുകിയെടുക്കുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയും ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ. ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അതെല്ലാവരും ചെയ്യട്ടെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതെന്തായാലും പ്രത്യേകം ഞാൻ പറയുകയാണ്. നമ്മുടെ കിച്ചൺ എന്തായാലും വരാറായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് മുന്നേ നമ്മുടെ ഈ വീടിൻ്റെ ഹൗസ് ഓണറൊക്കെ വന്നിട്ട് പോയിട്ടേ ഉള്ളൂ. അവർ ഈ വഴിക്ക് എന്തോ ഒരു ആവശ്യത്തിന് പോയപ്പോൾ അങ്ങനെ കയറിയതാണ് കേട്ടോ. അവരിവിടെ ഉള്ളവരൊന്നല്ല. ഇതവരുടെ വീടാണ്, പക്ഷെ അവർ ഇപ്പോൾ താമസിക്കുന്നത് വേറൊരു സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പോയിട്ടോ. അവരപ്പം തന്നെ പോയി. അവർ വെറുതെ വന്നതാണ്. അപ്പോൾ അവർ പോയിട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് വിറകൊക്കെ അടുക്കളയ്ക്ക് കൊണ്ടുപോയി ഇടുകയാണ് കേട്ടോ. നാളെ രാവിലേക്ക് തീ കത്തിച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് വിറകൊന്നും അവിടെ ഇല്ല, ഒക്കെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഉമ്മറത്ത് അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് അന്ന് അമ്മമ്മ വന്നപ്പോൾ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിന്നാണ് ഞാൻ വിറകൊക്കെ എടുത്ത് കൊണ്ടിട്ട് കത്തിക്കലിപ്പോൾ. അപ്പോൾ നമ്മുടെ വിറകും കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ തീരാറായിട്ടോ. ഇപ്പോൾ മഴയും കൂടി ആയ കാരണം കൊണ്ട് ഈ പട്ടത്തണ്ടൊന്നും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഒക്കെ നനഞ്ഞിട്ടൊക്കെ അല്ലേ കിടക്കണ്. അത് കാരണം പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല. ഇന്നിപ്പോൾ എന്താ പറ്റിയാണ് ഒന്ന് മഴ തന്നെ പെയ്തിട്ടില്ല കേട്ടോ. ഇന്നൊരു വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കാരണം കൊണ്ട് തുണികളൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ കുറച്ച് തുണികളൊക്കെ തിരുമ്പാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് തിരുമ്പിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് കിച്ചുവിൻ്റെ വണ്ടി വന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ഓടിയിട്ടോ. നമ്മുടെ തുമ്പിക്കുട്ടിയാണെങ്കിൽ അപ്പത്തിന് ഉറക്കമൊക്കെ നീച്ചിട്ടുണ്ടായിരുന്നു. അവളും പെട്ടെന്ന് ഓടി വന്നു കേട്ടോ കിച്ചുവിനെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ചിരിച്ച് മയങ്ങിയിട്ടൊക്കെയാണ് കേട്ടോ ഇറങ്ങി വരിക. അവനതിൻ്റെ ഉള്ളിൽ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ. വലിയ ചേച്ചിമാരും കുട്ടികളൊക്കെ ആയിട്ടാണ് അവന് എന്താ പറയുക കൂട്ട്. അവർക്കൊക്കെ ടാറ്റ ബൈ ബൈ നാളെ കാണാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ വരുമ്പോൾ തന്നെ അവൻ്റേത് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അവൻ എല്ലാ കാര്യം വള്ളി തെറ്റാതെ പറയും കേട്ടോ. സ്കൂളിൽ എന്ത് നടന്നാലും എല്ലാം പറഞ്ഞു തരും. ഇന്നതാണ് പഠിപ്പിച്ചത്, ഇന്നതുപോലെ പറഞ്ഞു, ഇന്ന കുട്ടി ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയും കേട്ടോ. അവൻ എപ്പോഴും പരാതിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കലാണ് പണി. അപ്പോൾ ഞാൻ വന്നു കൂടുമ്പോൾ തന്നെ അവൻ്റെ ബുക്ക് എന്ന് പറയുന്നത് എന്താ പറയുക പാത്രങ്ങളൊക്കെ എടുത്ത് നോക്കുക കേട്ടോ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോയെന്ന്. ഇന്നിപ്പോൾ എന്താണെന്ന് അറിയില്ല, ചോറ് കുറച്ച് ബാക്കിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിയെല്ലാം കഴിച്ചിട്ടുണ്ട്, ഒരു ലേശം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ മഞ്ച്, ഇപ്പോൾ അവർ ഹൗസ് ഓണറൊക്കെ വന്നപ്പോൾ ഇവർക്ക് മഞ്ചും ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് വന്നടക്കാണ് കേട്ടോ അവർ. ഇവൻ്റെ കണ്ണിൽ അത് അപ്പത്തിനും കണ്ടു കേട്ടോ. അവനാണെങ്കിൽ പോയി വിടുമ്പോൾ തന്നെ അടുക്കളുടെ ഉള്ളിലേക്കാണ് ഓടുക എന്താണ് കഴിക്കാനുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അവനാണെങ്കിൽ ബുക്കും പാത്രവും എല്ലാതും ഒരെണ്ണത്തിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. പാത്രം വെക്കണേൽ ബുക്കും വെച്ചിട്ടുണ്ട്, ബുക്ക് വെക്കണേൽ പാത്രം വെച്ചിട്ടുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തല തിരിച്ചിട്ടൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇനി അവന് ചായയൊക്കെ കൊടുക്കണം. ചായയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്നാണെങ്കിൽ പലഹാരമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് നമുക്ക് പലഹാരം ഉണ്ടാക്കാനുള്ളൊരു മൂഡിലല്ല കേട്ടോ. ഞാൻ രാവിലെ തന്നെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വയറുവേദനയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് കാരണം ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ഇന്ന് കുറച്ച് ബേക്കറി ഐറ്റംസൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനത്തെ രണ്ടുപേരും ഇരുന്ന് ചായയൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. കാപ്പിയല്ല കേട്ടോ, ഒന്ന് ചായയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കിച്ച് ചായ ആണെങ്കിൽ അവൻ അത്ര ഇഷ്ടമൊന്നുമല്ല കേട്ടോ. കാപ്പിയാണെങ്കിലാണ് കുടിക്കുള്ളൂ. ഇന്നിപ്പോൾ ചായ കേട്ടോ ഞാൻ വെച്ചത്. അപ്പോൾ അവരങ്ങനെ ഇരുന്ന് ചായയൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ തുണികൾ തിരുമ്പിയിട്ട് പകുതിയാക്കി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പത്തിന് നമ്മുടെ കിച്ചുവിൻ്റെ വണ്ടി വന്ന കാരണം അങ്ങോട്ട് ഓടി. അപ്പോൾ ഞാനിപ്പോൾ തുണികളൊക്കെ ഒന്ന് വേഗം ഊരി പിഴിഞ്ഞെടുത്തിട്ടൊക്കെ ഒന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് ഇടുകയാണ് കേട്ടോ. ഇപ്പോൾ വൈകുന്നേരമായിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെള്ളമൊക്കെ ഒന്ന് വാർന്ന് കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ അടക്കയിലേക്ക് ഇടണം. അടക്കയിൽ ഇപ്പോൾ അതിന് മാത്രം തുണിയൊന്നുമില്ല, എല്ലാതും ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ടല്ലോ. ഇന്ന് ഫുള്ള് വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം തുണികളൊക്കെ ഉണങ്ങി കിട്ടി. അപ്പോൾ അവിടേക്ക് മാറ്റണം. നമ്മുടെ കിച്ചുവിൻ്റെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഞാൻ നാളേക്ക് എന്ന് പറഞ്ഞിട്ട് വെക്കില്ല, ഞാനൊക്കെ അപ്പം തന്നെ തിരുമ്പിയിടും കേട്ടോ. കാരണം മഴയും കാര്യങ്ങളൊക്കെ ആയ കാരണം ഉണങ്ങി കിട്ടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തിരുമ്പിയിട്ട് കഴിഞ്ഞാൽ കുറേയൊക്കെ ഒന്ന് വാടി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ രാവിലെ ഞാൻ അടുപ്പിൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടൊക്കെ ചൂടാക്കിയിട്ടൊക്കെയാണ് അവന് ട്രൗസറൊക്കെ ഇടാൻ കൊടുക്കുക. പിന്നെ അയൺ ചെയ്യുമ്പോഴും അങ്ങനെയൊക്കെയാണ് കേട്ടോ. അല്ലാതെ ഈ മഴക്കാലത്ത് അത്ര കനമുള്ള ട്രൗസറൊന്നും ഉണങ്ങി കിട്ടുന്നത് തന്നെ ഇല്ല കേട്ടോ. അപ്പം നേരത്തെ പറഞ്ഞല്ലോ തുണികളൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ടാകുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. എല്ലാം അത് ഉണങ്ങി കിട്ടിയിട്ടോ. അപ്പോഴാണ് ഒന്ന് മനസ്സമാധാനമായത്. കുറേ ദിവസത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങിയപ്പോഴാണ് ഇപ്പോൾ ഒന്ന് സമാധാനമായത് കേട്ടോ. കാരണം കുട്ടികൾക്കാണെങ്കിൽ നനഞ്ഞത് ഒന്ന് നേരെ പോലെ ഇടാൻ ഡ്രസ്സില്ലാഞ്ഞിട്ടല്ല കേട്ടോ, ഉണങ്ങി കിട്ടാത്തതിൻ്റെ ഒറ്റൊരു കുഴപ്പമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇന്നിപ്പോൾ എല്ലാതും ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് കുട്ടികൾക്കൊക്കെ ഇനി ഇഷ്ടം പോലെ ഇടാം. അവരാണെങ്കിൽ ഒരു ദിവസത്തിൽ ഒരു ജോഡി അല്ലാട്ടോ ഇടുക, ഒരു 2-3-4 ജോഡി മാറ്റി മറിച്ചുകൊണ്ട് ഇട്ടിട്ടിരിക്കുന്ന ആളാണ്. പിന്നെ കിച്ചു സ്കൂളിലേക്ക് പോകാൻ കാരണം വലിയ കുഴപ്പമില്ല, ഇപ്പോൾ കുറച്ച് ആശ്വാസമുണ്ട്. നമ്മുടെ തുമ്പിക്കുട്ടി അതിന് വേണ്ടിയിട്ട് ഒരെണ്ണം ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും അവൾ മാറ്റും. അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റിയും കൊണ്ടിരിക്കലാണ് കേട്ടോ പണി.
വെയിൽ കണ്ടപ്പോൾ ഞാൻ വിരിപ്പൊക്കെ എടുത്ത് തിരുമ്പി കേട്ടോ. ഞങ്ങൾ ബെഡിൻ്റെ മുകളിൽ വിരിച്ചിട്ടുണ്ടാകുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് തിരുമ്പി എടുത്തിട്ടുണ്ട്. പുതപ്പ് തിരുമ്പിയില്ല കേട്ടോ. പുതപ്പ് തിരുമ്പി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. കാരണം ഞങ്ങളുടെ പുതപ്പ് നല്ല കട്ടിയുള്ള പുതപ്പാണ്. അതാണ് തിരുമ്പാനായിട്ട് എനിക്കത് തിരുമ്പ് പൊന്തില്ല കേട്ടോ. ഏട്ടനാണ് എപ്പോഴും തിരുമ്പി തരാറ് ലീവുള്ള ദിവസമൊക്കെ. ഞാനത് എടുത്ത് പൊക്കാറില്ല. എടുത്ത് പൊക്കി കഴിഞ്ഞാൽ എൻ്റെ നടു ഒടിയും. അപ്പോൾ അത് കാരണം ഞാനത് എടുത്ത് പൊക്കാറുമില്ല, അത് തിരുമ്പാറുമില്ല കേട്ടോ. ഏട്ടനുള്ള ദിവസം മാത്രമാണ് തിരുമ്പുള്ളൂ. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മഴക്കാലം കാരണം ഞാൻ അത് തൊടാറ് പോലും ഇല്ല കേട്ടോ. എങ്ങാനും ഇനി നനച്ചിട്ട് കഴിഞ്ഞാൽ അന്ന് പെരും മഴ തന്നെ ആയിരിക്കും. അന്ന് ഉണങ്ങി കിട്ടൂല. അത് ഉണങ്ങി കിട്ടാൻ തന്നെ 2-3 ദിവസം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ തിരുമ്പി കഴിഞ്ഞാൽ ശരിയാവില്ല. അത് കാരണം ഞാനത് തിരുമ്പിയില്ല. ഡേ ഇൻ മൈ ലൈഫ് പറഞ്ഞിട്ട് വീഡിയോ എടുത്തിട്ട് ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടില്ല കേട്ടോ. വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോയിൽ അധികം കാര്യങ്ങളൊന്നും ചേർക്കാനില്ല. ഇനി എന്തായാലും ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.